Hello students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 16th lecture on banking and insurance. This lecture is based on banking, which is the first module in the subject banking and insurance for semester 4 students of BCom. In previous lecture, we were discussing the topic liquidity management, and in this lecture, we are going to discuss the topic credit creation. Commercial banks are called dealers in money or suppliers of money. In addition to borrowing and lending of money, commercial banks manufacture or create money. So, they are called manufacturers of money. അതായത് നമുക്കറിയാം കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ ഡീലേഴ്സ് ഇൻ മണി അല്ലെങ്കിൽ സപ്ലൈസ് ഓഫ് മണി എന്ന് അറിയപ്പെടാറുണ്ട്. ആൻഡ് ഈ ഒരു ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഓഫ് മണി എന്ന ആക്ടിവിറ്റി കൂടാതെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് മണി മാനുഫാക്ചർ ചെയ്യുകയോ ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്നു. സോ ദേ ആർ കോൾഡ് മാനുഫാക്ചറേഴ്സ് ഓഫ് മണി. ഡെപ്പോസിറ്റ്സ് റിസീവ്ഡ് ബൈ ബാങ്ക്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി ഡെപ്പോസിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് ഓർ ആക്റ്റീവ് ഡെപ്പോസിറ്റ്. ബാങ്ക്സ് റിസീവ് ചെയ്യുന്ന ഡെപ്പോസിറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: പ്രൈമറി ഡെപ്പോസിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് ഓർ ആക്റ്റീവ് ഡെപ്പോസിറ്റ്. ആദ്യം നമുക്ക് പ്രൈമറി ഡെപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം. വെൻ എ ബാങ്ക് റിസീവ്സ് ക്യാഷ് ഫ്രം എ ഡെപ്പോസിറ്റർ, ഇറ്റ് ഓപ്പൺസ് ആൻ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് ഡെപ്പോസിറ്റർ ആൻഡ് ക്രെഡിറ്റ്സ് ദ എമൗണ്ട് റിസീവ് ടു ദ ഡെപ്പോസിറ്റേഴ്സ് അക്കൗണ്ട്. അതായത് ഒരു ബാങ്ക് ഒരു ഡെപ്പോസിറ്ററിൽ നിന്നും ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ബാങ്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ആൻഡ് ഈ ഡെപ്പോസിറ്ററിൽ നിന്നും റിസീവ് ചെയ്ത എമൗണ്ട് ഡെപ്പോസിറ്ററിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. These deposits are called primary deposits, passive deposits, cash deposits. So, ഈ ഡെപ്പോസിറ്റ്സിനെയാണ് പ്രൈമറി ഡെപ്പോസിറ്റ്സ് എന്നും പാസീവ് ഡെപ്പോസിറ്റ്സ് എന്നും ക്യാഷ് ഡെപ്പോസിറ്റ്സ് എന്നും ഒക്കെ അറിയപ്പെടുന്നത്. ഫോംസ് ദ ബേസിസ് ഫോർ ദ ലോൺ ട്രാൻസാക്ഷൻസ് ഓഫ് എ ബാങ്ക്. ഈ പ്രൈമറി ഡെപ്പോസിറ്റ്സ് ആണ് ഒരു ബാങ്കിൻ്റെ ലോൺ ട്രാൻസാക്ഷൻസിൻ്റെ ബേസിസ്. Second one is derivative deposits. By using cash received from the depositors, the banks grant advances to businessmen or buy assets such as bills, bonds, etc. from the market. അതായത് ഡെപ്പോസിറ്റേഴ്സിൽ നിന്നും റിസീവ് ചെയ്ത ക്യാഷ് യൂസ് ചെയ്ത് ബിസിനസ്മെന്നിനും മറ്റും ബാങ്ക് അഡ്വാൻസസ് ഗ്രാൻഡ് ചെയ്യുന്നു. അല്ല എങ്കിൽ ഈ എമൗണ്ട് യൂസ് ചെയ്ത് മാർക്കറ്റിൽ നിന്നും ബിൽസോ ബോൺസോ തുടങ്ങിയ അസറ്റ്സ് പർച്ചേസ് ചെയ്യുകയോ ചെയ്യുന്നു. Whenever a bank grants a loan or buys an asset, instead of paying the cash, the banks actually places the amount of loan in the account of the borrower. അതായത് ഒരു ബാങ്ക് ഒരു ലോൺ ഗ്രാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്നതിന് പകരം ആ എമൗണ്ട് ഓഫ് ലോൺ ബോറോവറിൻ്റെ അക്കൗണ്ടിലേക്ക് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബോറോവർ അക്വയർസ് എ ക്ലെയിം എഗെയിൻസ്റ്റ് എ ബാങ്ക് ജസ്റ്റ് ആസ് ഈ ഡെപ്പോസിറ്റഡ് എ സം ഓഫ് മണി. അതായത് ഒരു സം ഓഫ് മണി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ ബോറോവർ ഒരു ക്ലെയിം അക്വയർ ചെയ്യുകയും ചെയ്യുന്നു. ദീസ് ഡെപ്പോസിറ്റ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം പ്രൈമറി ഡെപ്പോസിറ്റ് ആൻഡ് ഹെൻസ് ദേ ആർ നോൺ ആസ് derivative deposit or secondary deposit or active deposit. If the banker has more primary deposit, he can lend more and create more deposit. The unit value of creating the derivative deposit comes from the banking system. അതായത് ഈ പറഞ്ഞ ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ്സ് അത് പ്രൈമറി ഡെപ്പോസിറ്റ്സിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് ഡെപ്പോസിറ്റ് എന്ന് അറിയപ്പെടുന്നു. ഒരു ബാങ്കർ കൂടുതൽ പ്രൈമറി ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നു എങ്കിൽ ആ പ്രൈമറി ഡെപ്പോസിറ്റ്സിൻ്റെ എക്സ്റ്റെൻറ്റ് അനുസരിച്ച് കൂടുതൽ എമൗണ്ട് ലെൻഡ് ചെയ്യാവുന്നതും ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതുമാണ്. ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള യൂണിറ്റ് വാല്യൂ ഇറ്റ് കംസ് ഫ്രം ദ ബാങ്കിങ് സിസ്റ്റം. സോ നമ്മൾ ക്രെഡിറ്റ് ക്രിയേഷനിൽ 2 types ഓഫ് ഡെപ്പോസിറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്: പ്രൈമറി ഡെപ്പോസിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ്സ്. The balance portion of credit creation will be discussed in the coming lectures. Thank you.